യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സുന്ദരപാണ്ഡിപുരം എന്ന സൂര്യകാന്തി പാടത്തിലേക്കാണ്. തെങ്കാശി അടുത്തുള്ള ഒരു അടിപൊളി ഗ്രാമമാണ് സുന്ദരപാണ്ഡിപുരം. അവിടെ സുരണ്ടെ അടുത്ത് കലയന്നൂർ എന്ന സ്ഥലത്തുള്ള ഈ സൂര്യകാന്തി പാടത്തിലാണ് ഇത്തവണ, അതായത് 2024 ഓഗസ്റ്റിൽ ഏറ്റവും കൂടുതൽ പൂക്കളുള്ള ഓഗസ്റ്റ് 15-നാണ് നമ്മളവിടെ പോയത്. അടിപൊളി പൂക്കളാണ്, എല്ലാം ഫ്രഷ് പൂക്കളാണ്, നല്ല കളർഫുള്ളായിട്ടുള്ളതാണ്. നമുക്കവിടെ പോയി ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എല്ലാം ചെയ്യാം. സാധാരണഗതിയിൽ സുന്ദരപാണ്ഡിപുരത്തൊക്കെ പൂക്കൾ ഉണ്ടാകുന്നതാണ്. ഇത്തവണ അവിടെയെല്ലാം വളരെ കുറഞ്ഞ പൂക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മുടെ ഒരു മിനിയേച്ചർ ബസ്സാണ്. ഇത് പോകുന്ന വഴി തെന്മലയെല്ലാം നല്ല അടിപൊളി സീനറീസാണ്. ഇനി പൂക്കളില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലമാണിത്. ഈ പൂക്കളെല്ലാം സുരണ്ടെ അടുത്തുള്ള കലയന്നൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ളതാണ്. സാധാരണ പിന്നെയുള്ളത് അനിയൻപാറയിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറം ഈ കാണുന്ന അമ്പലത്തിനടുത്ത് ഒരു സൂര്യകാന്തി പാടമുണ്ട്. പക്ഷേ അത്ര മനോഹരമല്ല, ഫ്രഷ് പൂക്കളാണ്, കുറച്ച് ഏരിയയേ ഉള്ളൂ. അവിടെയും വേണമെങ്കിൽ നമുക്ക് പോയാൽ ഈ വർഷം പൂക്കൾ കാണാവുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ പോകാനുള്ള സ്ഥലം സാമ്പാർ വടേക്കര എന്നൊരു സ്ഥലമുണ്ട്. ഈ കാറ്റാടിക്ക് താഴെ ഈ കാണുന്ന സ്ഥലത്താണ് അത് വരുന്നത്. അതും കുറച്ച് ഏരിയ ഉണ്ട്, പക്ഷേ പൂക്കളെല്ലാം പഴയതുപോലെയുള്ള ഒരു ഫ്രഷ്നെസ് ഇല്ല. ചെറിയ ഈ കാണുന്ന പോലെയുള്ള പൂക്കൾ മാത്രമേ ഇപ്പം അവിടെയുള്ളൂ. അതുകൊണ്ട് കാണണം എന്നുള്ളവർ എത്രയും വേഗം സുന്ദരപാണ്ഡിയത്തേക്ക് പോയിക്കൊള്ളുക. താങ്ക് യു.